സിനിമയുടെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, പഠിച്ചത് ജിജോയിൽ നിന്നാണ്. ജിജോ സിനിമ പടയോട്ടം പോലുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്കഷനുകൾ നടക്കുമ്പോൾ, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴൊക്കെയും എനിക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും കണ്ടുപഠിച്ചതുമൊക്കെ ജിജോയിൽ നിന്നാണ്. എൻ്റെ ഗുരു എന്ന നിലയിൽ ഞാൻ എന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രഥമ സ്ഥാനം ജിജോയ്ക്ക് തന്നെയാണ്. മറ്റുള്ളവരൊക്കെയും അവർ ചെയ്ത സിനിമകളുടെ കൂടെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും സിനിമാ സംവിധായകൻ എന്നുള്ള എന്നിലെ ഒരു അടിസ്ഥാന ബോധ്യങ്ങൾ എന്നിൽ സൃഷ്ടിച്ചത് ജിജോയുടെ കൂടെ ജോലി ചെയ്ത സമയത്താണ്. അത്രയും മികച്ച എഴുത്തുകാരെ തേടി പോകുന്നതാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എഴുത്തുകാരിലേക്കുള്ള സാറിന്റെ? എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്തത് ശ്രീനിവാസനാണ്. ശ്രീനിയിലേക്കും ഞാൻ അങ്ങോട്ടേക്ക് അന്വേഷിച്ചു പോയതല്ല. കാരണം ആ സിനിമ ഞാനിങ്ങനെ ആദ്യത്തെ സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ആലോചന ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം എൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ, എനിക്ക് അന്ന് പ്രിയൻ്റെ കൂടെയൊക്കെ ഞാൻ 1-2 സിനിമകൾ, ഓടരുത് മാവാളരി എന്ന സിനിമയിലൊക്കെ ജോലി ചെയ്യുമ്പോഴാണ് ജഗദീഷിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ജഗദീഷിന് അന്ന് കഥ എഴുതാനുള്ളൊക്കെ താല്പര്യമുണ്ട്. ജഗദീഷ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി നാടകങ്ങൾ എഴുതാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു സിനിമ സംവിധാനത്തിനുള്ളൊരു ചിന്തകൾ തുടങ്ങിയെന്ന് അറിയുമ്പോൾ ജഗദീഷാണെന്ന് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. ഞാനത് ശ്രീനി എടുത്ത് പറഞ്ഞപ്പോൾ ശ്രീനിക്ക് അത് ഇഷ്ടമായി. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സിനിമയ്ക്ക്, അപ്പോൾ ശ്രീനി എൻ്റെ അടുത്ത് ആ കഥ പറയുകയും അതിൽ നിന്നാണ് ഈ ആദ്യത്തെ ഒരു സിനിമയുടെ ചിന്ത തുടങ്ങുന്നത്. അങ്ങനെ ശ്രീനിയിൽ തുടങ്ങി. പിന്നീട് ശ്രീനി ഞാനുമായിട്ട് ദൂരെ ഒരു കൂടുകൂട്ടം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പിന്നെ രാരീരം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് പെരുമ്പടവും ശ്രീധരനാണ് എഴുതിയത്. അതിന്റെ കഥ വേറെ 2 ആൾക്കാരുടേതായിരുന്നു. പക്ഷെ ആ കഥയിൽ നിന്നും ഒരു തിരക്കഥ, അല്ലെങ്കിൽ ആ കഥ ഒന്നും കൂടെ വികസിപ്പിച്ച് എഴുതിയിട്ടുന്നത് പെരുമ്പടവും ശ്രീധരനാണ്. അതിനുശേഷമാണ് എൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. തനിയാവർത്തനം എൻ്റെ 5ാമത്തെ സിനിമയാണ്. അതിലാണ് ലോഹിയും ഞാനുമായിട്ട് ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ആദ്യത്തെ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കരിയർ എന്താണ്, നമ്മൾ ഏത് തരത്തിലുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയുള്ള ആളാണെന്ന് നമ്മൾ കൂടെ തിരിച്ചറിയുന്നത് 2-3 സിനിമകൾ ചെയ്ത് കഴിയുമ്പോഴാണ്. നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ആദ്യം ഉപയോഗിക്കുകയാണ്. ഞാനൊരു കോമഡി സിനിമകൾ ചെയ്യാൻ ഒരുങ്ങി വന്ന ആളൊന്നുമല്ല. പക്ഷെ ആദ്യത്തെ സിനിമ അങ്ങനെ സംഭവിച്ചു. ഒരു സോഷ്യൽ സറ്റയർ എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമയാണ് സംഭവിക്കുന്നത്.